അവ്യവസ്ഥിതിക്ക് പിന്നിലും ഒരു വ്യവസ്ഥയുണ്ട്. ആ നിലയ്ക്ക് ഇത് കയോസ് എന്ന് തള്ളരുത്, കോസ്മോസ്. ചുരുക്കത്തിൽ വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയെക്കുറിച്ചുള്ള നിരീക്ഷണം നമുക്ക് ശരീരത്തിൽ നടത്താം, ചുറ്റുപാടുകളിലൊക്കെ നടത്താം. ഈ വ്യവസ്ഥയെയാണ് നമ്മൾ അന്വേഷിച്ചറിയുന്നത്, പ്രയോജനപ്പെടുത്തുന്നത്. അഗ്നിക്ക് വേവിക്കാൻ സാമർഥ്യമുണ്ട് എന്ന ആ ഒരു വ്യവസ്ഥ അറിഞ്ഞിട്ടാണ് ആഹാരം പാചകം ചെയ്യാൻ നമ്മൾ മുതിരുന്നത്. അതിൻ്റെ ചേരുവയെ സംബന്ധിച്ച് ഉപ്പിൻ്റെ സാമർഥ്യം നമുക്കറിയാം, പ്രയോജനപ്പെടുത്തും. ഓരോന്നും സ്വാമി എടുത്തെടുത്ത് പറയുന്നില്ല. വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥ വീഴ്ച വരാതെ പാലിക്കുന്നുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ പലതിനെയും ആശ്രയിച്ച് പലതും ചെയ്യുന്നത്. വാഹനങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ ആക്സിലേറ്റർ ചവിട്ടുന്നതിനനുസരിച്ച് വാഹനം സ്പീഡിൽ ഓടും എന്നൊക്കെയുള്ള വ്യവസ്ഥ, അത് പരിഗണിച്ചിട്ടാണ് നമ്മൾ വിശ്വസിച്ച് പോണത്. ഇപ്പം വ്യവസ്ഥയുണ്ട്, ശരീരത്തിനകത്തും ബാഹ്യലോകത്തിലും വ്യവസ്ഥ. ഈ വ്യവസ്ഥയെ സംബന്ധിച്ചാണ് ഈശ്വര അസ്തിത്വത്തിൻ്റെ പ്രസക്തി. വ്യവസ്ഥയുണ്ടോ, നിയമമുണ്ടോ, ഒരു നിയാമകൻ കൂടിയേ തീരൂ. ഇങ്ങനെയാണ് ഈശ്വരനെ സംബന്ധിക്കുന്ന യുക്തിഭദ്രമായ ആലോചന പുരോഗമിക്കേണ്ടത്. സ്വാമിക്കറിയില്ല ഈശ്വരനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ഒരു അഡമൻ്റായിട്ടുള്ള മനോഭാവം പുലർത്തുന്നവർ എങ്ങനെയാണ് ഈ വാദത്തെ എതിർക്കുന്നത് എന്ന് സ്വാമിക്ക് അറിയില്ല. പക്ഷേ ഭൂരിപക്ഷം പേരും എതിർക്കുന്നത് പീലിത്തിരുമുടിയും അതുപോലെ ഓടക്കുഴലും മഞ്ഞ പട്ടുടയാടയും വനമാലയുമൊക്കെ അണിഞ്ഞ കൃഷ്ണനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ചിലർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറയില്ലേ. പക്ഷേ ഭരണശ്രേഷ്ഠൻ എന്നുള്ള നിലയിൽ ഈശ്വരനെ അംഗീകരിക്കാൻ എന്താ പ്രയാസം? അത് സ്വാമിക്ക് അറിയില്ല. ഈശ്വരനെ തിരിച്ചിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ കൃഷ്ണൻ എന്ന് പീലിത്തിരുമുടി ചൂടിയ ഭഗവാനെ ആരാധിക്കുമ്പോഴും താത്വികമായിട്ട് അർത്ഥമാക്കുന്നത് ഈ അഖണ്ഡകോടി ബ്രഹ്മാണ്ടങ്ങളും ഒരു വ്യവസ്ഥയിൽ വർത്തിക്കപ്പെടുന്നുണ്ട്, പുരോഗമിക്കുന്നുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് പിറകിലുള്ള നിയാമകനെയാണ് കേട്ടോ ഞങ്ങൾ കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്ത് പ്രത്യേക രൂപം നൽകി ആരാധിക്കുന്നത് എന്ന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായിട്ടും അതും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളവരുടെ വാദം എന്താണെന്ന് സ്വാമിക്ക് അറിയില്ല. ഏതായാലും ശാസ്ത്രകാരന്മാരുടെ ഒരു പക്ഷം വ്യവസ്ഥയെ അംഗീകരിച്ചിട്ടുള്ളവർ, ഈ വ്യവസ്ഥയ്ക്ക് പിറകിലൊരു വ്യവസ്ഥ നിർവഹിക്കുന്ന ഡയറക്ടർ, ഒരു സംവിധായകൻ ഉണ്ടാവണം എന്ന് കരുതുന്നവരുടെ പ്രയോഗം, ഒരു ഈശ്വരവാദികളല്ലെന്ന് വന്നാൽ അവർ പ്രയോഗിക്കുക സം കൈൻഡ് ഓഫ് പവർ എന്നാണ്. മതി, സം കൈൻഡ് ഓഫ് പവർ. പേരെന്ത് വിളിച്ചാലും ശരി, നിയാമകനുണ്ട്. ഇതാണ് വസ്തുത. ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഇവിടെ കഴിയും. ആ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ആലോചിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അപഗ്രഥിച്ച് ചെയ്യേണ്ട വിധമൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും, പ്രവർത്തിക്കും. അങ്ങനെ ഒരു കാര്യം സാധിച്ചാൽ നിസ്സാര കാര്യം തൊട്ട് സാമാന്യം ഭേദപ്പെട്ട ഗംഭീര കർമ്മങ്ങൾ വരെ എടുക്കുക. അവിടെ ബാഹ്യലോകത്തിൽ നമ്മുടെ കർമ്മഫലമായി ഒരു പരിണതി അഥവാ കർമ്മഫലം, ചലനഫലം,
അത് ഉളവാക്കിയതിൻ്റെ പിറകിൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അതിൻ്റെ പിറകിൽ എത്രമാത്രം സങ്കല്പശക്തി വിനിയോഗിച്ചിരിക്കുന്നു, വിചാരശക്തി വിനിയോഗിച്ചിരിക്കുന്നു, ജ്ഞാനശക്തി ഉപയോഗിച്ചിരിക്കുന്നു, കർമ്മശക്തി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇച്ഛ, ജ്ഞാന, ക്രിയ ശക്തികൾ പ്രയോഗിച്ചിട്ടാണ് ഒരു കർമ്മം, ഒരു പുല്ല് നുള്ളുന്നത് മുതൽ പുറത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കർമ്മം എടുത്ത് പരിശോധിച്ചാൽ തന്നെയും വലിയ ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും പവർ ഓഫ് നോളജ്, പവർ ഓഫ് വിൽ ആൻഡ് പവർ ഓഫ് ആക്ഷൻ, ആക്ടിവിറ്റീസ്, ഇതിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ യൂണിവേഴ്സ് വ്യവസ്ഥാപിതമായ ചലനത്തിന് പിറകിൽ, പ്രക്രിയകൾക്ക് പിറകിൽ ഇച്ഛാശക്തി വേണ്ടേ, ക്രിയാശക്തി വേണ്ടേ, ജ്ഞാനശക്തി വേണ്ടേ? ഇങ്ങനെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇച്ഛാശക്തി ആൻഡ് ജ്ഞാനശക്തി, ക്രിയാശക്തി പുട്ട് ടുഗദർ ഈസ് ഗോഡ്. ഓരോ വ്യക്തിയിലെയും ഇച്ഛ, ജ്ഞാന, ക്രിയാ ശക്തികൾ ഇവിടെ പല കർമ്മങ്ങളും ചെയ്യാൻ സമർത്ഥമാണ്. പ്രപഞ്ചം മുഴുവൻ പരിഗണിക്കുമ്പോൾ ആഗോള തലത്തിൽ, ബ്രഹ്മാണ്ഡ തലത്തിൽ, യൂണിവേഴ്സിൻ്റെ തലത്തിൽ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഊഹിക്കുന്നത് അന്യായമാണോ? യുക്തിരഹിതമല്ലല്ലോ. ഇതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അങ്ങനെ സമഷ്ടി എന്ന് പറഞ്ഞാൽ ഓൾ പുട്ട് ടുഗദർ, ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടെയും ഉടമയാണ് ഈശ്വരൻ. ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ എൻ്റെ ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും വിനിയോഗിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ എൻ്റെ ഇച്ഛയ്ക്കൊത്തവണ്ണം കാര്യം നടക്കാറുണ്ടോ? പ്രതീക്ഷിച്ചതുപോലെ ഫലം കിട്ടാറുണ്ടോ? ഇല്ല. അത് എൻ്റെ ഇച്ഛാജ്ഞാന ക്രിയാശക്തിയുടെ പ്രയോഗത്തിലും ഉടമ ഞാനല്ല പൂർണ്ണമായിട്ടും. മനസ്സിലാവുന്നില്ലേ? ബാഹ്യഘടകങ്ങളുടെ ഇടപെടലുകൾ അവിടെ ഉണ്ടാവും. ഞാൻ ഇച്ഛിച്ചാലും ചിലപ്പോഴൊക്കെ എൻ്റെ കൈകാലുകൾ ഉദ്ദിഷ്ടപ്രകാരം ചലിച്ചോളണമെന്ന് നിയമമില്ല. പക്ഷാഘാതമൊക്കെ പിടിപെട്ട് കിടക്കുന്നവരുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ. അവർക്ക് ഇച്ഛാജ്ഞാന ക്രിയാശക്തികളൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രയോഗിക്കാൻ പറ്റില്ല, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ വീണ്ടും എൻ്റെ പോലും യജമാനൻ ഈശ്വരനല്ലേ? ഇങ്ങനെയാണ് ഈശ്വരനെ കുറിച്ചുള്ള പ്രതിപാദനം ശാസ്ത്രീയമായി ചിന്തിക്കപ്പെടേണ്ടത്. വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ ഒരു ഈശ്വരനെയാണ് ഇവിടെ ഭഗവാൻ പരിചയപ്പെടുത്തി തരാൻ പോണത്. ആ ഈശ്വരനിൽ ആസക്തി പുലർത്തണമെന്നും ആ ഈശ്വരനെ പരമമായി ആശ്രയിക്കണമെന്നും ഈശ്വരനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കണമെന്നും അറിയാൻ വേണ്ടി ഏതൊക്കെ പ്രകാരത്തിലുള്ള സാധനാനുഷ്ഠാനങ്ങളെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ അപ്രകാരത്തെ അനുസരിക്കുന്ന യോഗത്തെ ചെയ്യണമെന്നും ഒന്നാമത്തെ ശ്ലോകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. മയ്യാസക്തമനാഃ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ആസക്തിയുടെ വിഷയത്തിൽ ആസക്തി ഇല്ല എന്ന ന്യൂനത, കുറവ് നമുക്കില്ല എന്ന് പറഞ്ഞു.
ഈശ്വരനിൽ ആസക്തി പുലർത്തുന്നതിന് പകരം 100,000 വിഷയങ്ങളിലാണ് വ്യക്തികളിലാണ് ആസക്തി പുലർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിന് ശിക്ഷയുണ്ട്. ഈശ്വരനിൽ ആസക്തി പുലർത്തിയാലേ രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയുണ്ട്. ഉദാഹരണമായിട്ട് രാമായണം പരിശോധിച്ചാൽ ദശരഥൻ്റെ കാര്യം. ദശരഥന് കൈകേയിയിൽ ആസക്തി ഉണ്ടായിരുന്നു. ആസക്തിയുടെ ഒരു പ്രാബല്യം ദശരഥൻ്റെ നിശ്ചയങ്ങളിലൊക്കെ പ്രതിഫലിതമായിട്ടുണ്ട്. ഹൗ സ്ട്രോങ് ഇറ്റ് വാസ്. കൈകേയിയോടുള്ള ആസക്തി, അറ്റാച്ച്മെൻറ്റ്, അത് വളരെ സ്ട്രോങ് ആയിരുന്നു. ദശരഥൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം എന്തായി? ദശരഥൻ കൽപ്പിച്ച രാമൻ രാജാവായില്ല. കൈകേയി ഇച്ഛിച്ച ഭരതനും വാസ്തവത്തിൽ രാജാവായില്ല. സംഭവിച്ചത് പാതുകം നാട് ഭരിച്ചു. അത് വളരെ പ്രതീകാത്മകമാണ്. അവിടെ ഭരതനും അല്ല ഭരിക്കുന്നത്, രാമനും അല്ല ഭരിക്കുന്നതെന്ന് വരുന്നു. കൈകേയി ഇച്ഛിച്ച ആളും രാജാവായില്ല, ദശരഥൻ കൽപ്പിച്ച ആളും രാജാവായില്ല. ആസക്തിയുടെ ശിക്ഷ. ദശരഥന് ഒടുവിൽ അത് ആലോചിച്ചാണ് വിഷമിച്ച് മരിക്കേണ്ടതായിട്ടും വന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതവും പരിശോധിച്ച് നോക്കണം. എവിടെയൊക്കെ അതിര് കവിഞ്ഞ ആസക്തി പുലർത്തിയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ കിട്ടാൻ പോണു. ഇതാണ് ലോക സ്വഭാവം. മഹാഭാരതത്തിലും അതെ. മഹാഭാരതത്തിൽ മത്സ്യഗന്ധിയുടെ അച്ഛൻ, സത്യവതിയുടെ അച്ഛൻ എന്തൊക്കെ ആഗ്രഹിച്ചു. ശന്തനു മഹാരാജാവിന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതൊന്നും സംഭവിച്ചില്ല. ഭീഷ്മർ രാജാവായില്ല, ദേവവ്രതൻ രാജാവായില്ല, അങ്ങൊരു വിവാഹവും കഴിച്ചില്ല എന്ന് തന്നെ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അബദ്ധം തന്നെ. ആസക്തി പുലർത്തുന്നതിനനുസരിച്ച് കാര്യങ്ങൾ അനുകൂലമാവണമെന്നില്ല. ഇതുപോലെ തന്നെയാണ് ആശ്രയത്വത്തിൻ്റെ കാര്യവും. അസ്ഥിരമായ, അശാശ്വതങ്ങളായ, നശ്വരങ്ങളായ കാര്യങ്ങളെ ആശ്രയിച്ചാൽ അത് ജീവിതത്തെ ഭയത്തിൻ്റെ നിഴലിലാക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്നിൽ ആസക്ത ചിത്തനാവൂ, എന്നെ പരമമായി ആശ്രയിക്കാൻ തയ്യാറാവൂ.